നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ ഈ മലയാള വർഷത്തെ പൊതുഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മകൻ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മലയാള വർഷം എപ്രകാരമാണ് എന്നതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. പൂരത്തിനെ കുറിച്ച് പ്രധാനമായ കുറച്ച് വസ്തുതകൾ എന്ന് പറയുന്നത്, ഒന്ന്, കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. തൊഴിലിൽ ഉന്നതി. പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടം. കുടുംബത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുന്നു. വിവാഹത്തിന് അനുയോജ്യ കാലമല്ല. കലാമേഖലയിലുള്ളവർക്ക് ഉന്നത പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ഒരു മലയാള വർഷമാണ്. വ്യവസായത്തിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വാഹനാപകടങ്ങൾക്കും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് പൂരത്തിനെ സംബന്ധിച്ച് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത്. പൊതുവെ പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നല്ല ഗുരുക്കന്മാരെ ലഭിക്കുവാനും നിങ്ങളുടെ നല്ല പ്രവൃത്തി മൂലം കുടുംബാംഗങ്ങൾക്ക് സന്തോഷമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മലയാള വർഷം. വിദ്യാർത്ഥികളായിട്ടുള്ള പൂരം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. പ്രത്യേകിച്ചും ഈ പഠനമൊക്കെ പൂർത്തീകരിക്കാൻ നിൽക്കുന്ന ലാസ്റ്റ് ഇയർ ഒക്കെ ആയവർക്ക് നിങ്ങളുടെ പഠനം പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉദ്യോഗങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത്. തൊഴിൽപരമായിട്ട് തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് പൂര നക്ഷത്രത്തിന്. തൊഴിൽ, നിങ്ങൾ ഏത് തരത്തിലുള്ള തൊഴിൽ അനുഷ്ഠിച്ചാലും അതിലൂടെ ഒരു ഉന്നമനം, അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തക്ക രീതിയിലുള്ള ഒരു അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് സ്വന്തം തൊഴിലിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷകരായിട്ടുള്ളവർക്ക്, പ്രത്യേകിച്ചും സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്ന പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കഠിനമായ പരിശ്രമം മൂലം നിങ്ങൾക്ക് ഒരു ഉദ്യോഗം ലഭിക്കുന്ന, അത് ചിലപ്പോൾ ടെമ്പററി പോസ്റ്റ് ആയിരിക്കും, എന്നിരുന്നാൽ കൂടിയും നിങ്ങൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഉറപ്പായിട്ടും ഈ മലയാള വർഷത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും ഉറപ്പായിട്ടും ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കും. പ്രണയ സംബന്ധമായിട്ട് പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കുന്ന, കുറച്ച് നാളുകളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയതിന്റെ വിരഹങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള വർഷം എന്ന് പറയുന്നത്. കുറെ കൂടി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ നേടിയെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ പുതിയ പ്രണയത്തിലൂടെ ഈ ഒരു മലയാള വർഷത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബ സംബന്ധമായി കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുവാൻ ഈ മലയാള വർഷത്തിൽ പൂരനക്ഷത്ര ജാതരായവർക്ക് സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ പിണക്കങ്ങളൊക്കെ മാറുന്ന ഒരു വർഷമാണ്. നിങ്ങൾ കുറച്ചുകൂടി മാനസികമായി നിങ്ങൾ അടുക്കുന്ന, പരസ്പരം നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. കുടുംബത്തിൽ നിങ്ങളിൽ നിന്നും പിണങ്ങി നിന്നവരൊക്കെ നിങ്ങളുമായി ഇണങ്ങുന്ന ഒരു അവസ്ഥ കൂടി ഈ മലയാള വർഷത്തിൽ പൂരം നക്ഷത്ര ജാതർക്ക് കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് പൂരത്തിനെ സംബന്ധിച്ച് ഈ മലയാള വർഷം. അതായത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് കുറേയൊക്കെ ആ രോഗം മാറി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് മനസ്സിനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെയധികം ഉന്മേഷം നൽകുന്ന ഒരു സാഹചര്യം കൂടി തീർച്ചയായിട്ടും ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ മാതൃസ്ഥാനമോ പിതൃസ്ഥാനമോ ആയിട്ടുള്ള, നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, പ്രായാധിക്യം കൊണ്ടുള്ള രോഗങ്ങളാവാം കൂടുതലും, രോഗങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ പൂരം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ആരോഗ്യത്തിൽ ഈ മലയാള വർഷത്തിൽ പുരോഗമനമാണ് കൂടുതലായി കാണിക്കുന്നത്. വ്യവസായത്തിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ മലയാള വർഷം. പ്രത്യേകിച്ചും തുലാം, വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങളിൽ വളരെയധികം ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ചതിക്കുഴികളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ വീഴുവാൻ സാധ്യതയുണ്ട്. വളരെ ജാഗ്രതയോടുകൂടിയേ ഏത് കാര്യത്തിനും കൈകൊടുക്കാവൂ. നല്ലവണ്ണം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പുതിയ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ. ഇല്ലെങ്കിൽ കുറച്ച് ഈ ചെറിയ നഷ്ടം എന്നുള്ളത് ചിലപ്പോൾ വലിയ നഷ്ടങ്ങളിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനും തുലാം, വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങൾ ഈ മലയാള വർഷത്തിൽ പൂരം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് അനുകൂലമല്ല. മറ്റേത് മാസങ്ങളിലാണോ നിങ്ങൾ തുടങ്ങാൻ, മറ്റേതെങ്കിലും മാസങ്ങളിൽ നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും കുറെ കൂടി നിങ്ങൾക്ക് ഉചിതം. കൃത്യമായ രീതിയിലുള്ള നല്ല ദിവസവും നല്ല മുഹൂർത്തവും ഈശ്വര സാന്നിധ്യം ഒക്കെ നല്ല രീതിയിൽ വിലയിരുത്തി വേണം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുവാനായിട്ട്.
വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും ഈ മലയാള വർഷം അനുയോജ്യമല്ല. കഴിവതും നിങ്ങളുടെ വിവാഹങ്ങൾ അടുത്ത മലയാള വർഷത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമയത്തേക്കോ ഒന്ന് നീട്ടിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കാലയളവിലുള്ള വിവാഹങ്ങൾ പൂരം നക്ഷത്ര ജാതർക്ക് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. ദാമ്പത്യ വിഷമതകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ കഴിവതും വിവാഹം എന്നുള്ളത് എൻഗേജ്മെന്റ് ഒക്കെ നടത്തുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ വിവാഹം എന്നുള്ളത് നിങ്ങൾ ഒരു വർഷത്തേക്കൊന്ന് നീട്ടിവെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കലാപരമായി കലാമേഖലയിലുള്ളവർക്ക് ഉന്നതമായ പുരസ്കാരങ്ങൾ, നേരത്തെ പറഞ്ഞ ചെറിയ രീതിയിലുള്ള പുരസ്കാരമായിരിക്കില്ല, ഉന്നതമായ പുരസ്കാരം. ഉദാഹരണത്തിന് സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പുസ്തകത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രബന്ധത്തിനോ ഒക്കെ വലിയ വലിയ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത്. അതിപ്പോ ഏത് മേഖലയിലായിരുന്നു, കലാസംബന്ധമായിട്ട് ഇപ്പം നടനമായാലും നാട്യമായാലും സംഗീതമായാലും സാഹിത്യമായാലും പ്രഭാഷണങ്ങളായിരുന്നാലും ഏത് മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും നല്ല രീതിയിലുള്ള വലിയ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്യാഷ് പ്രൈസോടൊക്കെ കൂടിയ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു വർഷമാണ്. കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള പൂരം നക്ഷത്ര ജാതർക്ക് ഈ ഒരു മലയാള വർഷം എന്ന് പറയുന്നത് പൊതുവെ നിരവധി ഗുണാനുഭവങ്ങൾ കടന്നു വരുന്ന ഒരു വർഷം ആണ് പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഈ മലയാള വർഷം എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തി തന്നെ മുമ്പോട്ട് പോകണം. ദോഷപരിഹാരാർത്ഥം പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ സുബ്രഹ്മണ്യനെ നന്നായിട്ട് ഭജിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് ഭസ്മാഭിഷേകം നടത്തുന്നതും ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അത് വ്യാഴാഴ്ച ദിവസങ്ങളിലായാൽ അത്രയും നല്ലത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാ ദിവസവും നിങ്ങൾ ദേവി മഹാത്മ്യമോ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമമോ ഒക്കെ പാരായണം ചെയ്യുന്നതും ഏറെ ഗുണകരമായിരിക്കും. ഈ ചെറിയ തോതിലുള്ള ഭാഗ്യങ്ങളൊക്കെ വലിയ ഭാഗ്യങ്ങളാക്കി മാറ്റുവാൻ തക്ക രീതിയിൽ ശക്തിയുള്ള ഒരു കൃതിയാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത്. മനസ്സിരുത്തി ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും. അതുപോലെ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം വീട്ടിൽ വിളക്ക് കൊളുത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിലവിളക്ക് കൊളുത്തുകയും, അല്ലെങ്കിൽ എല്ലാ ദിവസവും കുളിച്ചു വന്നതിന് ശേഷം സൂര്യന് അഭിമുഖമായി നിന്നുകൊണ്ട് ത്രിപുരസുന്ദരി മന്ത്രം, ആ മന്ത്രം ഒന്ന് ജപിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. ഒരു 5 തവണയെങ്കിലും ത്രിപുരസുന്ദരി മന്ത്രം നിങ്ങൾ ജപിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് ഏറെ ശ്രേഷ്ഠകരമായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലമാണ് ഈ ഒരു മലയാള വർഷം പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ച്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ അനുഷ്ഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പല കടബാധ്യതകളും ഒക്കെ തീർന്നു വരുന്ന, ആരോഗ്യത്തിൽ പുരോഗമനം ഉണ്ടായി വരുന്ന, തൊഴിലിൽ ഉന്നതി ഉണ്ടായി വരുന്ന, കലാമേഖലയിലുള്ളവർക്ക് വളരെ പ്രസിദ്ധി ആർജിക്കാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് ഈ മലയാള വർഷം. എല്ലാം കൊണ്ടും ചെറിയ കുറച്ച് വിഷമതകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദം അലങ്കരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഭാഗ്യം സൃഷ്ടിക്കപ്പെടുന്ന മലയാള വർഷമാണ് ഈ മലയാള വർഷം എന്ന് പറയുന്നത്. എല്ലാ പൂരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഒരുപാട് നന്മകളും ഈശ്വരാധീനങ്ങളും ഈ മലയാള വർഷത്തിൽ സംഭവ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിന്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു. നമസ്കാരം.